കസേരയും കൂടി വരണം എന്ന് പറഞ്ഞ് പ്ലാസ്റ്റിക് ഇല്ല അല്ലേ? അതേ പറഞ്ഞ മതി. മതിക്ക് ഒരെണ്ണം കൂടി വരട്ടെ. ഇവിടെ 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 സമാധാനമായിട്ടിരുത്തില്ല. ഓക്കെ. ഇങ്ങനെ മോഡൽ ചെയ്യാൻ ഒന്നാമത്തെ നമ്പർ 1. അപ്പോൾ നമുക്ക് ആദ്യം നമ്പർ 1 വിളിക്കുന്നു. അല്ല മൈക്ക്. ഞങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ 1 ആണ്. എൻ്റെ പേര് ജോർജിയസ്. ഇന്നലത്തെ ക്ലാസിന്റെ ഓർഡറിലാണ് പറയുന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട ഫാദർ സ്റ്റാൻലി പറഞ്ഞ കാര്യമാണ് നമ്മുടെ തുടക്കം. ഒന്ന് ഏറ്റവും അധികം എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് ലീഡർഷിപ്പ്. അതാണ് ഇന്നത്തെ മെയിൻ നമ്മുടെ ഈ കോഴ്സിന്റെ തന്നെ മൊഡ്യൂൾ. ലീഡർഷിപ്പ് ടു ലീഡ്, കോൾ ടു ലീഡ്. അത് അച്ഛൻ പറഞ്ഞത് ഇറ്റ് ഈസ് കോൾ ടു ലീഡ്, ഗോഡ് ഈസ് ചോസൺ. നമ്മുടെ എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. ബാപ്റ്റിസം കഴിഞ്ഞ എല്ലാവരും തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇനി നമ്മുടെ ക്രിസ്ത്യൻ ലീഡർഷിപ്പിന്റെ പ്രത്യേകതയാണ് ഏറ്റവും പ്രധാനം. അതാണ് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളത്. ഇറ്റ് ഈസ് നോട്ട് എ പൊസിഷൻ, ഇറ്റ് ഈസ് എ ബിഹേവിയർ. ഇത് വളരെയധികം നോട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ലീഡർഷിപ്പ് ഇറ്റ്സ് നോട്ട് എ പൊസിഷൻ. ഇന്ന് ലോകം നിങ്ങൾ വെറുക്കുന്നു പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ലീഡർഷിപ്പ് ഒരു പൊസിഷനാണ്. അതാണ് നമ്മൾ പലരും ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇറ്റ് ഈസ് എ ബിഹേവിയർ. ഇനി എങ്ങനെയുള്ള ബിഹേവിയർ ആയിരിക്കണം? റിയൽ മോഡൽ ഈസ് ക്രൈസ്റ്റ്. ജീസസിനെ പോലെ ആകണം, കരുണയുള്ളവനാകണം. അതിനൊരു പ്രത്യേക കൊട്ടേഷൻ ഈശോ പറഞ്ഞിട്ടുണ്ട്. ബലിയല്ല, കരുണയാണ് ഏറ്റവും അധികം ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഒക്കെ ലേവായന്റെയും അതുപോലെ പുരോഹിതന്റെ കാര്യം പറഞ്ഞു. പുരോഹിതന്റെ ഡ്യൂട്ടി ചെയ്യുന്നു, ലേവായന്റെ. പക്ഷെ കർത്താവ്, അതായത് ദൈവം ആഗ്രഹിക്കുന്നത് ബലിയാണ് എന്നുള്ളതാണ്. വേദനിപ്പിക്കുന്നവരുടെ കൂടെ അല്ലെങ്കിൽ പാർശ്വവൽക്കരികളുടെ കൂടെ നടക്കണം. ആ നോട്ടത്തില് ഈശോ നോട്ടത്തിലാണ് പലപ്പോഴും സ്നേഹിച്ചത്. അതുപോലെ ഈശോ പാപികളുടെ കൂടെ വന്ന് എന്നും സ്നേഹവിരുന്നിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ അവരെ യൂട്ടേൺ ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പാപികളുടെ ചുങ്കക്കാരനെ കൂടെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ദൈവസ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ ദൈവസ്നേഹത്തിൽ നമ്മൾ നിറയണം. അതാണ് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റേഡിയേറ്റ് ചെയ്യണം. അങ്ങനെ തീർച്ചയായും നമുക്ക് ദൈവത്തിന് എല്ലാവരെയും നേടിയെടുക്കാൻ സാധിക്കും യേശു. പിന്നെ അടുത്ത പോയിന്റ് പറഞ്ഞത് തിരുവചന ശക്തി. അതൊരു അതോറിറ്റേറ്റീവ് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മളെ എബിലിറ്റി ടു നമ്മള് പറഞ്ഞ തിരുവചന ശക്തിയിൽ നമ്മൾ വളരെയധികം ആഴപ്പെടണം. കാരണം ദൈവം എന്ന ഓരോ കാര്യങ്ങളും വചനത്തിലൂടെയാണ് ചെയ്യുക. ഇപ്പൊ നമ്മളോട് തന്നെ പറയുന്ന കാര്യങ്ങൾ കം, എന്റെ കൂടേക്ക് വരിക, ഗോ, ഒരു കൽപ്പനയാണ്. അത് കഴിഞ്ഞ് ഗോ പ്രീസ് എന്ന് പറയാണ്. അത് നമ്മൾ ഒബേ ചെയ്യണം, പ്രത്യുദ്ധരിക്കണം. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ തിരുവചന ശക്തിയുടെ കാര്യം നമുക്കറിയാം. യോഹന്നാൻ 1:1 മുതൽ 1:14 നമ്മൾ ഓർക്കുക. കർത്താവ് മാംസം ധരിച്ചതാണ്, യേശു മാംസം ധരിച്ചതാണ്, തിരുവചന മാംസം ധരിച്ചതാണ് യേശു. അപ്പൊ അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം, ഇപ്പൊ നീണ്ട പ്രസംഗങ്ങളായിട്ടുള്ള യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം വിശുദ്ധ കുർബാനയെ കുറിച്ചൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ തിരുവചന ശക്തി കൊണ്ട് എന്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും? ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒന്നും അസാധ്യമല്ല. മനുഷ്യന് അസാധ്യമല്ല, ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. പരിശുദ്ധാത്മ നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പൈശാചിക ശക്തികളെ തകർക്കാൻ വേണ്ടിയിട്ട് ഡെലിവറൻസ് വചനങ്ങളുണ്ട്, രോഗസൗഖ്യത്തിന്റെ വചനങ്ങളുണ്ട്. അപ്പോ ദൈവത്തിന്റെ വചനം, ദൈവം തന്നെയാണത് വചനം. അത് നമ്മുടെ ഹൃദയത്തിൽ മാംസം ധരിക്കണം. പരിശുദ്ധമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ച പോലെ നമുക്ക് ദൈവവചനം സംഗ്രഹിക്കണം. അതിനുവേണ്ടി നിരന്തരം വായിക്കണം, ധ്യാനിക്കണം. അതാണ് നമ്മൾ പ്രഘോഷിക്കേണ്ടത്. എവിടെ ദൈവവചനം പ്രഘോഷിക്കുന്നു അവിടെയാണ് എല്ലാം സംഭവിക്കുന്നത്. രോഗശാന്തി നിർബന്ധമായിട്ടുണ്ടാവും. നമ്മൾ കണ്ടതാണ് തോമസ് ബ്രദർ ദൈവവചനം പ്രഘോഷിച്ചപ്പോൾ. അതുപോലെ ഡെലിവറൻസ് നടക്കും. എന്ത് കാര്യങ്ങളും സംഭവിക്കും. അതാണ് കാര്യം. അടുത്തൊരു പോയിന്റ്, ഫൗണ്ടേഷൻ ലീഡർഷിപ്പ് ഈസ് എൻ ഒക്കേഷൻ. ഒക്കേഷൻ ആണ്. അത് നമ്മൾ എപ്പോഴും ഓർക്കണം. ഡു നോട്ട് ലീഡ് ഫോർ സെൽഫ് ഗ്ലോറിഫിക്കേഷൻ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലീഡർഷിപ്പ് നമ്മുടെ ഗ്ലോറിഫിക്കേഷന് വേണ്ടിയല്ല, ദൈവത്തിന്റെ ഗ്രേസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള. നമ്മൾ ഒരു വാഹകരാണ്, ചാലകരാണ്, ചാലക ശക്തിയാണ്. നമ്മുടെ വെറും ടൂൾ മാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയണം.
അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിക്കണം. കോൾ ചെയ്യുന്നത് ദൈവം തന്നെയാണ്, കമാൻഡാണ്, കൽപ്പനയാണ് പറയുന്നത്. അത് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 15 മുതൽ 20 വരെ പറയുന്നുണ്ട്. അതുപോലെ സെൻഡ് ചെയ്യുന്നുണ്ട്. സെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ കഴിവിലല്ല ആശ്രയിക്കേണ്ടത്. ശിഷ്യന്മാരുടെ കഴിവ് നോക്കൂ, അവർ നിസ്സാരരായിരുന്നു. ദൈവമാണ്, പരിശുദ്ധാത്മാവാണ് നയിക്കപ്പെടുന്നത്. നിന്റെ ബലഹീനതയിലാണ് നിന്നെ ശക്തിപ്പെടുത്തുന്നത്. ആത്മാവ് അവാച്യമായ നെടുവെൽപ്പുകളാൽ നമ്മളെ ശക്തിപ്പെടുത്തും. അപ്പൊ നമ്മളെ ഒറ്റ കാര്യമാണ് പറയുന്നത്, പെട്ടെന്ന് ചുരുക്കം. ഇനി അടുത്തത് നമ്മുടെ ബ്രദർ തോമസ് പോൾ പറഞ്ഞ കാര്യങ്ങൾ പോയിന്റ് മാത്രം പറയുന്നു. അതായത് നമ്മുടെ തോമസ് പോളിന്റെ അനുഭവം, ബ്രദറിന്റെ അനുഭവം പറഞ്ഞു. പരിശുദ്ധാത്മ നമ്മൾക്ക് കോൾ ഉണ്ടെങ്കിൽ ആ കോളിൽ നമ്മൾ പ്രതികരിക്കണം. അദ്ദേഹത്തിന് വേണമെങ്കിൽ എനിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് മാറ്റിവെക്കായിരുന്നു. പക്ഷെ അത് മാറ്റിവെച്ചില്ല. അദ്ദേഹം അതെടുത്തു. വിമാനത്തിന്റെ എഞ്ചിൻ പോലെയാണ് പരിശുദ്ധാത്മ ഉണ്ടെങ്കിൽ പിതാവും പുത്രനും കൂടെയുണ്ട്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു. അദ്ദേഹം നിന്നുകൊടുത്തു, പരിശുദ്ധാത്മ പ്രവർത്തിച്ചു. നോർത്ത് ഇന്ത്യയിലാണ് അദ്ദേഹത്തിന്റെ അനുഭവം ഉണ്ടായത്. അവിടെ വലിയൊരു സാക്ഷ്യം ഉണ്ടായി. ഇനി പറയുന്നത് പരിശുദ്ധാത്മ നിറഞ്ഞാൽ മാത്രം പോരാ, അത് അതിനാൽ നയിക്കപ്പെടണം. അതിനാണ് പറയുന്നത് റോമ 8:14 പരിശുദ്ധാത്മ ദൈവത്താൽ നയിക്കപ്പെടുന്നവർ, ആത്മാവിൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവ മക്കളാണ്. അത് വളർത്തുക. പരിശുദ്ധാത്മാവിന്റെ പ്രേക്ഷിതത്തിന്റെ കാര്യസ്ഥനാണ് ചാലകശക്തി. ഞാൻ പോയിന്റ് മാത്രം പറയുന്നുള്ളൂ. ചാലകശക്തിയാണ്, അതിൽ നിന്ന് നമ്മൾ ശക്തിപ്പെടണം. ഈശോ സർവ്വ ജനങ്ങൾക്കും രക്ഷയാണ്. അതായത് കർത്താവ് യേശു മിശിഹ ആദിയിൽ തന്നെ എല്ലാ ആത്മാക്കളും ലോകത്തിലെ സർവ്വ ജനങ്ങൾക്കും വേണ്ടിയാണ് രക്ഷ കുരിശിൽ മരിച്ചത്. അപ്പൊ എല്ലാവരും തന്നെ അതിലുണ്ട്. എല്ലാവരും തന്നെ എല്ലാവരും തന്നെ ഉണ്ട്. ഹിന്ദു മുസ്ലിം ലോകത്തിലെ സർവ്വ ജനങ്ങൾക്കും വേണ്ടിയാണ്. ഇത് പലർക്കും അറിയില്ല. ഒരു വെയിൽ പോലെ മൂടിയിട്ടിരിക്കുകയാണ്. ഇതാണ് സുവിശേഷം നമ്മൾ പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും ദൈവം തെരഞ്ഞെടുത്തതാണ്, ദൈവത്തിന്റെ രക്ഷയുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ സുവിശേഷം നിർബന്ധം അറിയിക്കണം. കാരണം ഒരു വ്യക്തി പോലും ഈ രക്ഷ അറിയാതെ മരിച്ചു പോകരുതെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അടുത്ത പോയിന്റ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലാണ് സിനഡ് ആൻഡ് സിനഡാലിറ്റി. എപ്പോഴും കൂട്ടായ്മയിലായിരിക്കണം. കൃപയും സത്യവും യേശുവാണ്. ജീവിതം വെളിച്ചം സ്വാതന്ത്ര്യമാണ്. സുവിശേഷം ആനന്ദമാണ്. ഇതൊരു ഭാരമല്ല, ആനന്ദമാണ്. അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്. വചനം പ്രഘോഷിക്കുന്നവര് എങ്ങനെ, ആരോടാണ് പ്രഘോഷിക്കേണ്ടത്? ആദ്യം ആരും അറിയാത്തവരോടാണ്. അതിക്രമിച്ചു വളരെ മനോഹരമായിട്ട് എല്ലാ പോയിന്റ്സും കവർ ചെയ്തുകൊണ്ടാണ് ചെയ്തത്. എല്ലാവരും നല്ലൊരു ഞാൻ രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ ലീഡറായിട്ടാണ് നിൽക്കുക. എന്റെ പേര് രമ. നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ കേട്ടത് അതൊന്നും കൂടുതൽ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. നമ്മുടെ ലീഡർഷിപ്പ് ഒരു കോളാണെന്നും അത് ഒരു ബിഹേവിയർ ആണ്, പൊസിഷൻ അല്ല എന്നും, പിന്നെ നമ്മൾ യേശുവിനെ പോലെ കരുണയുള്ളവരായിരിക്കണമെന്നും, വചനം പഠിക്കണം, വചനം പ്രഘോഷിക്കണമെന്നും വചനം പഠിക്കണമെന്നും, കാരണം യേശു വചനം തന്നെയാണെന്നും നമ്മൾ ഇന്നലെ കേട്ടു. അത് നമ്മൾ ബ്രദറുടെ ജീവിത സാക്ഷ്യത്തിലൂടെ നമ്മളത് മനസ്സിലാക്കുകയും ചെയ്തു. ബ്രദറിൽ വചനം പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടുകൊണ്ട് ഇവാഞ്ചലൈസ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കേട്ടതാണ്. പിന്നെ നമ്മൾ ആരോടാണ്, നമ്മൾ ലീഡർ ആയിരിക്കുമ്പോൾ നമ്മൾ ആരോടാണ് സുവിശേഷം പറയേണ്ടത്, പ്രഘോഷിക്കേണ്ടത്? അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് മരണത്തിന്റെ നിഴലിൽ കഴിയുന്നവര് അവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പൊ നമ്മൾ ഇന്നലെ ബ്രദർ പറഞ്ഞത് കൂടെ കൂട്ടുവാണെങ്കിൽ, യേശു ക്രിസ്തു മറിയത്തിന്റെ ഉദരത്തിൽ വരും മുമ്പ് തന്നെ സർവ്വജനപദങ്ങളുടെയും രക്ഷ യേശുവിലുണ്ടായിരുന്നു. അപ്പൊ അന്ധകാരത്തിൽ ഇന്ന് വരെ യേശുവിനെ അറിയാത്തവരെ നമ്മള് സുവിശേഷം അറിയിക്കണം. പിന്നെ രണ്ടാമതായിട്ട് സുവിശേഷം കേട്ടു, അത് മറന്നുപോയി, അത് അവരിൽ ആഴപ്പെട്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. അവരെ ഒരു ഇവാഞ്ചലൈസ് ചെയ്യണം. വീണ്ടും സുവിശേഷത്തിന്റെ വെളിച്ചത്തിലേക്ക് വന്നു, അവർ ആ വെളിച്ചത്തിലാണ്, പക്ഷെ അവരെ കൂടുതൽ ആഴപ്പെടുത്തണം. ഇങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പിന്നെ നമ്മൾ ജൂബിലി ഇയറിന്റെ 5 മോഡൽസ് പറഞ്ഞു. അത് നമ്മൾ യേശുവിനെ പ്രഘോഷിക്കണം, യേശുവിന്റെ സാക്ഷിയാകണം, യേശുവിന്റെ ദാസരാകണം.
ഇടയന്റെ മനസ്സുണ്ടാകണം, അതായത് സമരിയക്കാരന്റെ മനസ്സ്. പിന്നെ നമുക്ക് അനുരഞ്ജനം വേണം, ശത്രുത പാടില്ല. അപ്പോൾ നമ്മളിത് എങ്ങനെയാ സാധ്യമാക്കുന്നതെന്നാ നമുക്ക് ചെറുതിൽ തുടങ്ങാം. നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയോടെങ്കിലും യേശുവിനെ കുറിച്ച് പറയണം. പിന്നെ നമുക്ക് ഇവാഞ്ചലിക്കൽ അനീമിയ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇവാഞ്ചലിക്കൽ അനീമിയ എന്ന് പറഞ്ഞാൽ യേശുവിന് വേണ്ടി നിലകൊള്ളാനുള്ള പാഷൻ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ. അതായത് നമ്മിൽ യേശുണ്ട്, പക്ഷെ അത് ചാരം മുഴുകി കിടക്കുകയാണ്. നമ്മുടെ തന്നെ ജീവിതത്തിന്റെ ഫ്രസ്ട്രേഷനോ എന്തെങ്കിലും ആവാം, അത് നമ്മൾ ചാരം മാറ്റി കനലൂതി നമ്മൾ വീണ്ടും നമ്മളെ തന്നെ അനീമിക അവസ്ഥയിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മൾ യേശുവിനെ പ്രഘോഷിക്കുന്നവരാവുക. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ 3ാം ഗ്രൂപ്പിന്റെ ആളാണ്. എൻ്റെ പേര് സാബു ലോറൻസ്. നമ്മൾ ഇന്നലെ 4 മണിക്ക് ഇവിടെ എത്തി, 4:30 രജിസ്ട്രേഷൻ ചെയ്തു, ചായ കുടിച്ചു. പിന്നെ 6 മണിക്ക് കൃത്യമായിട്ട് അച്ഛൻ ക്ലാസ് തുടങ്ങി. അച്ഛൻ്റെ ക്ലാസ്സിലൂടെ നമുക്ക് ഈ ആരംഭം മുതലേ നമുക്ക് ലഭിച്ചത് ഈ കോൾ ടു ലീഡ്, അതായത് ജനസമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് ക്രിസ്തുവിന്റെ സാക്ഷിയാവുക, വിളിക്കപ്പെട്ട നമ്മൾ ഇവിടെ വന്ന് കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, പോവുക, ദൈവത്തെ പ്രഘോഷിക്കുക. ഇതാണ് അച്ഛന്റെ ക്ലാസ്സിലൂടെ ഇന്നലെ ആരംഭിച്ചത്. നമുക്കറിയാം, പന്ത്രണ്ട് കർത്താവിന്റെ പരിശുദ്ധാത്മാവുള്ളപ്പോൾ അപ്പോസ്തലന്മാർ പോയിട്ട് കർത്താവിനെ പ്രഘോഷിച്ചു. അവര് ദൈവത്തിന്റെ വചനം ശക്തിയോടെ പറഞ്ഞു. അത് പറയുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതിന് നമ്മൾ ഒരുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനെ പേറുന്നവരായി ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ച ആത്മാവിനെ പേറി നമുക്ക് പോയി പ്രഘോഷിക്കുവാൻ ഈശോ തെരഞ്ഞെടുത്ത ജനങ്ങൾ വലിയ പണ്ഡിതരും വലിയ അറിവുള്ളവരും ജ്ഞാനികളുമായിരുന്നില്ല. കടൽക്കരയിലൂടെ കടന്നു പോയപ്പോൾ അവിടെ വല വീശുന്ന, വല വീശി പരാജയപ്പെട്ട് തളർന്നിരുന്ന ആ മുഖോരെയാണ് പലരെയും വിളിച്ചത്. അവരെ വിളിച്ചിട്ട് കർത്താവിന്റെ കൂടെ നടത്തി, പരിശീലനം നടത്തി. ഒടുവിൽ കർത്താവ് കടന്നുപോയി. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ ശക്തി പ്രാപിച്ചിട്ട് അവിടെ കടന്നുപോയി. അവരെ ദൈവത്തിന്റെ സാക്ഷികളായി തീർന്നു. അതുപോലെ തന്നെ നമ്മുടെ സഭ കൈനീട്ടി സ്വീകരിക്കുവാൻ 2 കൈനീട്ടിയ കരങ്ങൾ പോലെ ലോകം കണ്ട പോലെ സഭയുടെ ഭാവം അതാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സഭയാണ്. അപ്പൊ സഭയുടെ മുഖം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. ക്രിസ്തുവിന്റെ മുഖം കണ്ടത് എന്ന പോലെ നല്ലവണ്ണം നോക്കുവാൻ ഒരു കാരുണ്യത്തിന്റെ നോക്കം നമ്മളിൽ ഉണ്ടാകണം. അതാണ് ഒരു സുവിശേഷക പ്രധാനമായി വേണ്ടത്. നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും ചിന്തയിലൂടെയും ദൈവസ്നേഹം അവരിലേക്ക് പകർന്നുകൊണ്ട് അവരെ ആകർഷിക്കുവാൻ വേണ്ട ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് സഭയുടെ ഭാവം. യാത്ര ചെയ്യുന്ന സഞ്ചാരികളായ തീർത്ഥാടകരായ സഭ തീർത്ഥയാത്രയിലൂടെ കടന്നുപോയി ക്രിസ്തു എന്ന ശിരസ്സോളം വളർന്ന് അവരിൽ ലയിച്ച അവരെ പോലെ ആയിത്തീരുവാനാണ് നമ്മളിൽ നിന്ന് ദൈവം രക്ഷപ്പെടുന്നത്. അതാണ് നമ്മുടെ ഉള്ളിൽ കത്തുന്ന ഒരു തീക്കോളം പോലെ ആ പരിശുദ്ധാത്മാവിന്റെ ജ്വലിക്കുന്ന അനുഭവം ഉണ്ടാകണം. അത് ചാരം കൂടി പൊതിഞ്ഞു പോകുമ്പോഴെല്ലാം അതിനെ ഊടി അതിനെ എരിക്കുവാൻ, എരിഞ്ഞു നിൽക്കുവാൻ നമ്മൾ തയ്യാറാകണം. ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, വചനത്തിന്റെ 8 കാസറ്റുകൾ കിട്ടിയപ്പോൾ ട്രെയിനിന്റെ ബണ്ടിൽ കിടന്നുകൊണ്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് ദൗത്യത്തിനായി അദ്ദേഹത്തെ സജ്ജമാക്കി എന്ന് നമ്മൾ കേട്ടു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം എങ്ങനെയാണ് സജ്ജരായത്? അദ്ദേഹത്തിനുള്ളിൽ കത്തുന്നൊരു തീയുണ്ടായിരുന്നു. ദൈവത്തെ സ്വീകരിക്കണം, ദൈവാത്മാവിനെ സ്വീകരിക്കണം, ദൈവത്തെ പ്രഘോഷിക്കണമെന്ന തീകോളം കയറിയാണ് അദ്ദേഹം അവിടെ കിടന്നത്. അതുകൊണ്ടാണ് ആ വചനം കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മേൽ നവ്യമായ പരിശുദ്ധാത്മാഭിഷേകം തന്നത്. അതുപോലെ നമ്മളിലും ഒരു അഭിഷേകത്തിന് വേണ്ടിയുള്ള ഒരു വാഴ്ച പരിശുദ്ധാത്മാവ് വന്നാൽ പിന്നെ നമുക്ക് ആത്മാവ് നമ്മളെ നയിച്ചോ, നമ്മൾ കൂടുതൽ സ്ട്രെയിൻ എടുക്കില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ ഒരുക്കമുള്ളവരായി നമ്മളായിരിക്കുക. കെട്ടപ്പെട്ട ഒരു അടിമയെ പോലെ ദൈവത്തിന് മുമ്പിൽ താഴ്ന്നിരുന്നാൽ ഈ ശുശ്രൂഷകളെല്ലാം അർത്ഥവത്താകും. നമുക്ക് ഈ ക്ലാസ്സുകളിലൂടെ വലിയ അനുഗ്രഹമാകും. വലിയ ശുശ്രൂഷകരായി തീരുവാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വാക്കുകൾ ചെല്ലുന്നു. കയ്യേടി പോരാട്ടോ. പ്രസന്റ് ചെയ്യണവർക്ക് ഒരു പ്രോത്സാഹനം വേണ്ടേ അല്ലേ? ഞങ്ങള്
4ാം ഗ്രൂപ്പിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ നിൽക്കുന്നത്. സിസ്റ്റർ ആനി എന്നതിൻ്റെ പേര്. സിസ്റ്റർ ഇങ്ങോട്ട് ക്രിസ്ത്യൻ ലീഡേഴ്സിൻ്റെ ഒരു കോഴ്സാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവമാണ് നമ്മളെ, ഏകദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവ് പാപം ചെയ്താലും നമ്മിൽ നിന്ന് വിട്ടുപോകുന്നില്ല. കാരണം ചാരം മൂടിക്കിടക്കുന്ന ഒരവസ്ഥയാകുന്നു നമ്മൾ പാപം ചെയ്യുമ്പോൾ. തിന്മയിൽ അകപ്പെടുമ്പോൾ നമ്മളിൽ ചാരം കൂമ്പാരം പോലെ നമ്മളിൽ വന്നു ചേരുന്നു. പക്ഷേ നമ്മൾ അത് ആ ചാരം നമ്മൾ മാറ്റുന്നതിന് നന്മയിലേക്ക് നമ്മുടെ പ്രവണത ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമ്മിൽ നിന്ന് ആ ചാരം നമ്മിൽ നിന്ന് പോയി ആ കനല് തീക്കുണ്ടം പോലെ നമ്മളിൽ എരിയുകയുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഇനി ക്രിസ്ത്യൻ ലീഡർഷിപ്പിനെ കുറിച്ച് അച്ഛൻ ക്ലാസ് എടുത്തത്, സഭ എന്നാൽ എല്ലാവരെയും രക്ഷിക്കുന്നതാണ്. കത്തോലിക്ക സഭ ക്രിസ്തു ജീവിക്കുന്നു എന്നതാണ് നമ്മുടെ സന്തോഷം. യേശു പരസ്യജീവിതം ആരംഭിച്ചപ്പോൾ ആദ്യം കേട്ട കാര്യം യോഹന്നാനെ തുറങ്കിലടച്ചു എന്നതാണ്. അപ്പോൾ യേശുവിന് മനസ്സിലായി തൻ്റെ സമയം ആഗതമായെന്ന്. നമുക്കും എല്ലാവർക്കും ഒരു സമയമുണ്ട്. ആ സമയം ദൈവം നമ്മളിൽ ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മൾ അതിനായി ഇറങ്ങിത്തിരിക്കണം. നമ്മളുടെ സമയം നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മൾ അതിനെ അലസതയോടെ കാണാതെ നമ്മൾ തീക്ഷ്ണമായി അതിനെ കണ്ടുകൊണ്ട് നമ്മുടെ സമയവും നമ്മുടെ കഴിവും നമ്മുടെ ആരോഗ്യവും നമ്മൾ അതിനു വേണ്ടി ചിലവഴിക്കണം എന്നുള്ളതാണ്. കാരണം അപ്പോൾ മാത്രമേ നമ്മളിൽ ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ കത്തിജ്വലിക്കുകയുള്ളൂ. സുവിശേഷ വെളിച്ചമില്ലാത്ത സ്ഥലങ്ങളിൽ പോയാണ് ഫ്രാൻസിസ് സേവ്യറും തോമസ് ലീഹയും പ്രവർത്തിച്ചത്. നമ്മൾക്കും നമ്മളുടെ ഈ കോഴ്സ് വഴി നമുക്ക് കിട്ടുന്നത് ധാർമ്മികതയില്ലാത്ത, വിശ്വാസമില്ലാത്ത, തിന്മയിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇവിടെ ആയിരിക്കുന്നത്. ഇനി പാപത്തിന്റെ മേലും മരണത്തിന്റെ മേലും ഈശോയുടെ മരണവും സഹനവും ഉത്ഥാനവും വഴിയാണ് നമ്മുടെ ഉത്ഭവഭാവം നമ്മളിൽ നിന്ന് മാറിപ്പോയത്. നമ്മുടെ ഉത്ഭവഭാവം മാറിപ്പോയത് ഈശോയുടെ ആ മരണവും സഹനവും ഉത്ഥാനവും വഴിയാണ്. ഈശോ ഇഷ്ടപ്പെടുന്നത് കൂട്ടായ്മയാണ്, സഹോദരങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മ. യേശുവിൻ്റെ കാരണം ഈശോ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് കൂട്ടായ്മയിൽ. കാരണം കുറവുള്ളവരെയും നന്മ നിറഞ്ഞവരെയും നമ്മൾ ഒരുമയോടുകൂടി കൊണ്ടുപോകണം. തിന്മ ചെയ്യുന്നവരെ നമ്മൾ തള്ളിക്കളയാതെ നമ്മൾ അവരെയും കൂടി അണച്ചു പിടിച്ചുകൊണ്ട് അവരെ നന്മയിലേക്ക് നയിക്കുന്നവരായിരിക്കണം. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ക്ഷമയും സഹനവുമാണ്. എന്നാൽ മാത്രമേ ക്ഷമയും സഹനവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ, കുറവുള്ളവരെയും സീറോയിൽ ജീവിക്കുന്നവരെ ഹീറോയാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനായി നമ്മൾ പരിശ്രമിക്കണം. യേശുവാകുന്ന നങ്കൂരമാണ് നമുക്ക് ആശ്രയം. നങ്കൂരം ഇടുന്നത് കാറ്റും കോളും വരുമ്പോഴാണ്. നങ്കൂരം നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും യേശുവാകുന്ന നങ്കൂരം നമ്മെ രക്ഷിക്കും എന്നുള്ള ആ അടിയുറച്ച വിശ്വാസം നമുക്ക് വേണം. ഈ അടിയുറച്ച വിശ്വാസം നമ്മൾ മറ്റുള്ളവർക്കും നൽകണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ എല്ലാവർക്കുമായിട്ടൊരു നല്ലൊരു കൈ ഈ 2 ദിവസത്തെ ഇത്രയും സമയം കൊണ്ട് രണ്ടുപേരും എടുത്ത ക്ലാസ്സുകളെല്ലാം വളരെ മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തു. അതിൻ്റെ അർത്ഥം അവർക്കൊരു വലിയൊരു ഊർജം കിട്ടുന്ന കാര്യം തന്നെയാണ് ഇത്. അപ്പൊ ഒന്ന് നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമുക്ക് എല്ലാവർക്കും ഒന്നുകൂടി ഒന്ന് കൈയ്യടിക്കണം. ഇരിക്കണം ആണോ?
പ്രയത്നം കൊണ്ട് മൈക്ക് ഇതിലടുപ്പിച്ചു. ഈ 2 ദിവസം ഇവിടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്തെല്ലാം പഠിച്ചു എന്നും എന്തെല്ലാം മനസ്സിലാക്കിയതെന്നും എത്ര തീക്ഷ്ണതയോടെ അത് പഠിച്ചു എന്നും നമുക്ക് ഈ വർക്ക്ഷോപ്പിലൂടെ നമുക്ക് മനസ്സിലായി. അത് വളരെ ഭംഗിയായി പ്രസന്റ് ചെയ്ത ഒരു ഗ്രൂപ്പ് ലീഡർക്കും ഇത് മോഡറേറ്റ് ചെയ്ത ഷാജിക്കും വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ഷാജിക്കും ബുദ്ധിമുട്ടി മോഡറേറ്റ് ശരിയായി. സത്യമായ കാര്യം. ഞങ്ങളിവിടെ ഷാജി ഏറ്റവും ബുദ്ധിമുട്ടിയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം നമ്മൾ കറക്റ്റായിട്ട് പാലിച്ചു. എല്ലാവരും കുറച്ച് അധികം സമയം എടുത്തെങ്കിലും നമുക്ക് 12 സമയമുണ്ട്. അത് അങ്ങനെ എനിക്കറിയാൻ പോകുന്നു. എനിവേ, നല്ല രീതിയിൽ വാലുവേറ്റ് ചെയ്തു. നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി വെച്ചു എന്നുള്ളത് നല്ലൊരു സന്തോഷമാണ്. ഇനിയിപ്പോ നമുക്ക് 12 മണിക്ക് കൃത്യം 12 മണിക്ക് ഞങ്ങളില്ല, ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല, ഒരു കാര്യം പറഞ്ഞില്ല. ഇതൊന്നും ഊരിയെടുക്കാം. സൈഡിലുള്ളവരൊക്കെ നോക്കിയേ, കരുണയോടെ നോക്കൂ, കരുണയോടെ നോക്കൂ. നമ്മളിപ്പോ കൈയടിച്ചൊരു പാട്ട് പാടിയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. കൈയടിച്ചൊരു പാട്ട് പാടി ഒരു വാക്കുമതി Yeah.
ഞാൻ ഒരു ആൻറ്റിബയോട്ടിക്കിൽ ആണിപ്പോൾ, അതുകൊണ്ട് ഇത്തിരി ഡിമ്മാണ്. അത് കേൾക്കാൻ നന്നായി. Praise the Lord. ഒരു നിമിഷം നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്ന ഒരു അത്ഭുത ശക്തിയാണ്. അത്ഭുത ശക്തി. ഈ അത്ഭുത ശക്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാട് ചിന്തിക്കാനുണ്ടെങ്കിലും ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിന്ത, നമ്മൾ കത്തോലിക്ക സഭയിൽ എത്രായിരം വിശുദ്ധന്മാരുണ്ട്, എന്നാൽ അവരിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരാളിൽ പോലും മറ്റൊരാളെ പോലെ അല്ല. ഇല്ലേ? ഇല്ലേ? 10,000-കണക്കിന് വിശുദ്ധന്മാരുണ്ടെങ്കിൽ 10,000-കണക്കിന് കാര്യങ്ങളാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയ പരിശുദ്ധാത്മാവിന്റെ വിശാലത, അത് നമ്മൾ ഓരോരുത്തരിലും ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ ആദ്യകാലങ്ങളിൽ എഴുതിയൊരു ഗാനം ഇതാണ്: ആളെന്നല്ല ആളെന്നല്ല ദൈവം ആത്മാവിനെ നൽകുന്നത്. വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 34-ാമത്തെ വചനമാണ്. അളന്നല്ല ദൈവം ആത്മാവിനെ നൽകുന്നത്. അപ്പോൾ വ്യക്തിപരമായി നമുക്ക് ഉണ്ടാകേണ്ട ഒരു തിരിച്ചറിവിതാണ്, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത്. കാറ്റക്കിസത്തിൽ 1699-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്, ക്രിസ്ത്യാനിയുടെ ജീവിതം ആത്മാവിലുള്ള ജീവിതമാണ്, പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. ഒരു നിമിഷം നമ്മളതൊന്ന് തീരുമാനിച്ചേ, ദൃഢമായിട്ട് ശരണപ്പെട്ടെ, പരിശുദ്ധാത്മാവേ, അങ്ങെന്നിൽ വസിക്കുന്നു, അങ്ങെന്നിൽ ജീവിക്കുന്നു, അങ്ങിൽ ഞാൻ നിലനിൽക്കുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകയില്ല എന്ന സങ്കീർത്തനമെല്ലാം ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. കർത്താവാണെന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. ഈ ജലാശയം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ്. പുൽത്തകിടി എന്ന് പറഞ്ഞാൽ ആടിനെ പുല്ല് തീറ്റിക്കുന്നു എന്ന പോലെ ഓരോ ആത്മാവിനെയും ഇടയനായ കർത്താവ് ആദ്യം തീറ്റിക്കുന്ന പുല്ല് തിരുവചനമാണ്, പിന്നെ പരിശുദ്ധാത്മാവ്. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. ഉന്മേഷം എന്ന് പറഞ്ഞാൽ പുതുജീവൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്രിസ്ത്യൻ ലീഡർഷിപ്പ്, അല്ലെങ്കിൽ the chosen as a living witness, സുവിശേഷം നമ്മളെല്ലാം സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടണം. ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്ത് ചെയ്യും പറയും? ചൊല്ലിട്ട് വയ്ക്കുമല്ലേ? ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഓഫ്കോഴ്സ് അതിന് കുറ്റം പറയല്ല, നല്ല കാര്യം. പക്ഷേ എത്ര സർട്ടിഫിക്കറ്റ് കിട്ടിയാലും നമ്മുടെ ഒരാൾ നേരിട്ട് കാണുമ്പോൾ, സംസാരിക്കുമ്പോൾ, നമ്മളുടെ വായിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരു നിമിഷത്തിനകത്ത് നമ്മുടെ വാസ്തവം ആ വ്യക്തിക്ക് അറിയോ ഇല്ലയോ? അതാണ് ലിവിങ് വിറ്റ്നസ്. ലിവിങ് വിറ്റ്നസ്. അത്രയും വലിയ സർട്ടിഫിക്കറ്റ് വേറെ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. സുവിശേഷം എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. ഞാനിപ്പോൾ 35 വർഷമായിട്ട് സുവിശേഷം പഠിക്കുന്നു, പഠിപ്പിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്.
പക്ഷെ ഞാൻ ഒരിക്കൽ ഒരു കണക്ക് നോക്കിയിട്ട്, എന്നോട് ക്ഷമിക്കണം നിങ്ങൾ, ഞാനൊരു സ്കാൻഡലായിട്ട് പറയല്ല, ഞാൻ എത്ര വചനം ജീവിക്കുന്നു എന്ന് നോക്കുമ്പോൾ വാസ്തവത്തിൽ പെട്ടെന്നൊന്നും കാണില്ല. നിങ്ങളൊന്ന് പെട്ടെന്നൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ ശരിക്കും ജീവിക്കുന്ന ഈശോ പറഞ്ഞ വചനങ്ങളിൽ എത്ര വചനം നമ്മൾ ജീവിക്കുന്നു? പ്രധാനപ്പെട്ട ഈശോ പറഞ്ഞ വചനം, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ഇത് നമുക്ക് പറ്റുന്നുണ്ടോ? കുറച്ചൊക്കെ പറ്റണ്ടാവും. ആരെ സ്നേഹിക്കും? നമ്മൾ സ്നേഹിക്കുന്നവരൊക്കെ സ്നേഹിക്കും. അവര് കഴിഞ്ഞ ദീപാവലിക്ക് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ക്രിസ്മസിന് നമ്മൾ അവരുടെ വീട്ടിൽ കൊടുക്കണം. അപ്പൊ നമ്മുടെ മക്കൾ പറഞ്ഞിട്ട് ഒരു പുതിയ കുടുംബം വന്നിട്ടുണ്ട്, അവർക്ക് കൊടുത്താൽ വെറുതെ ഇല്ലാത്ത കാര്യമൊന്നും ഉണ്ടാക്കണ്ട, ഇങ്ങനെ വാങ്ങാൻ പാടില്ലേ? ആവണമെന്നില്ല. നമ്മുടെ ഡേയ്സ്, ഓരോ ദിവസത്തെ ജീവിതത്തിൻ്റെ പ്രധാന ഒരു ലക്ഷ്യം ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയാൽ നന്നായിരിക്കും. ഞാൻ ഇന്ന് എത്ര വചനം ജീവിക്കുന്നു? ഞാൻ ഇന്ന് ഏത് വചനം ജീവിച്ചില്ല? എളുപ്പവിദ്യ ഒരു സൂത്രമുണ്ട്. എളുപ്പവിദ്യ, ആരെങ്കിലും ധർമ്മക്കാർ വരുമ്പോൾ ഉടനെ കയ്യിരിക്കണം കൊടുക്കുക. അപ്പൊ എന്ത് സംഭവിച്ചു? ഒരു വചനം നമ്മൾ ജീവിച്ചു. ചോദിക്കുന്നവൻ കൊടുക്കുക. ഇതാണ് എൻ്റെ ഒരു എളുപ്പവിദ്യ. ഒരു വചനമെങ്കിലും ജീവിച്ചല്ലോ. അപ്പോൾ ഒരു വചനമെങ്കിലും നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നതാണ് ഒരു വശം. ഞാനൊരു നമ്മുടെ പ്രാക്ടിക്കലായിട്ടൊരു കാര്യം പറഞ്ഞു. ഞാനിത് ഒരിക്കലും ഒരു ധ്യാനത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അത് ഇംഗ്ലണ്ടിൽ വെച്ചാണ്. അപ്പോൾ അവിടെ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ റോമിൽ നിന്ന് 9 വർഷം തിയോളജി പഠിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ഒരു സിസ്റ്റർ അവരുടെ സഹോദരിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. റോമിൽ നിന്ന് മടങ്ങിയാണ്. അപ്പോൾ സഹോദരിയെയും കുടുംബയും കണ്ടിട്ട് നാട്ടിലേക്ക് പോകുന്നത്. ആ സിസ്റ്റർ അബദ്ധവശാൽ ഈ ധ്യാനത്തിന് വന്നു എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവരവിടെ ഉണ്ടായിരുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ചോദിക്കും, നിങ്ങളെ സ്പർശിച്ച കാര്യങ്ങൾ പറയാൻ. അപ്പോൾ ഈ സിസ്റ്റർ വന്നിട്ട് പറയാനേ, ബ്രദർ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, 9 വർഷം തിയോളജി പഠിച്ച് ഡോക്ടറേറ്റ് എടുത്ത് സർട്ടിഫിക്കറ്റുമായിട്ട് ഞാൻ പോവുകയാണ്. പക്ഷെ ശരിക്കും ഞാൻ ഉള്ളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല ഏത് വചനത്തിലാണ് ഞാൻ ജീവിക്കണേ. ആത്മാർത്ഥമായിട്ട് പറയാണ്. അതപ്പോ എന്നെ കുറെ കൂടി സ്പർശിച്ചു. മനസ്സിലായോ? എനിക്ക് തോന്നുന്നത് ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പൊ മലയിലെ പ്രസംഗത്തിന്റെ അവസാന വാക്യം ഇങ്ങനെയായിരുന്നു. മത്തായി 5:6. ഞങ്ങളുടെ നാട്ടിലൊരു അച്ഛനുണ്ടായിരുന്നു, ഞായറാഴ്ചകളിൽ പ്രസംഗിക്കാൻ വരുന്ന അച്ഛൻ. അപ്പൊ കുഞ്ഞുനാളില് ഞങ്ങളൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഈ അച്ഛനെ ഞങ്ങള് ഒരു കളിപ്പേരിട്ടു, മത്തായി 5:6 വരുന്നതാന്ന് പറയും. കാരണം എന്ത് പള്ളിപ്രസംഗം പറഞ്ഞു തുടങ്ങിയാലും എന്ത് വചനം വായിച്ചാലും ഒരു 2-3 സെന്റൻസ് കഴിയുമ്പോൾ പുള്ളി പറയാൻ തുടങ്ങും, മത്തായി 5:6 ഇങ്ങനെ പറയണോ. ഇത് സത്യമാണ്. ഈ മത്തായി 5:6 നമ്മൾ ശരിക്കും കാണാപ്പാഠം പഠിക്കേണ്ടതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മത്തായി 5:39, ദുഷ്ടനെ എതിർക്കരുത്. MK ഗാന്ധി എന്ന് പറയുന്ന ഒരാളെ നമുക്കറിയാലോ. അങ്ങനെ എങ്ങനെ മഹാത്മാവായി? ഈ ഒറ്റ വചനമാണ്. ലിയോ ടോൾസ്റ്റോയ് എഴുതിയ ഒരു പുസ്തകമാണ് കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. ഈ പുസ്തകം അദ്ദേഹത്തെ സ്വാധീനിച്ചു. ഒരു പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർ അദ്ദേഹത്തിന്റെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തെ സുവിശേഷവൽക്കരിക്കാൻ. അവസാനം ഈ പുസ്തകം വായിച്ചപ്പോഴാണ്
MK ഗാന്ധിക്ക് മലയിലെ പ്രസംഗത്തിൻ്റെ അന്തസത്ത മനസ്സിലായത്. കൂടുതൽ പറയുന്നില്ല, ഇത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു വചനമാണ്. ഇത്ര വിചാരിച്ചാൽ മതി. നമ്മളൊക്കെ വിചാരിക്കേണ്ടത് ദുഷ്ടനെ അങ്ങനെ എതിർത്തില്ലെങ്കിൽ അത് വലുതാവില്ലേ, അവർക്ക് എന്ത് ചെയ്യാന്നാവില്ലേ, അതുകൊണ്ട് ഉടനെ പ്രതികരിക്കണം. എടാ നീ ഇതേമാതിരി കള്ളു കുടിച്ച് വന്ന നാളെ ഞാൻ നിന്റെ കാല് വെള്ളം ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷെ എന്നിട്ട് കള്ളുകൂടി മാറണ്ടോ? അപ്പൊ ദുഷ്ടനെ എതിർത്താൽ ഒരു റബ്ബർ ബോൾ അടിച്ചാൽ എന്ത് സംഭവിക്കും? അത് കൂടുതൽ പൊങ്ങി വരും. ഈശോ പറഞ്ഞതിന്റെ മറ്റൊരർത്ഥം, ദുഷ്ടനെ നിങ്ങൾ മനുഷ്യർ എതിർക്കരുത്. ദുഷ്ടനെ എതിർക്കാനും അതിനെ പരാജയപ്പെടുത്താനും അതിനെ നിഷ്കാസനം ചെയ്യാനുമാണ് ഞാൻ വന്നത്. അതെനിക്ക് വിട്ടുതരും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ദുഷ്ടതകൾ കുടുംബത്തിലുണ്ടാകുന്നത് നമ്മൾ തന്നെ, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറയുന്നത്, നമ്മുടെ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെയാണിത് തുടരേണ്ടത്. ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട്, അമ്മായി അമ്മമാരും, നമ്മൾ അവരിലുള്ള കുറ്റങ്ങളെ കാണുമ്പോൾ അത് കണ്ണടയ്ക്കാൻ സാധിക്കണം. യെശയ്യായുടെ സുവിശേഷം എന്നാ പറയാം, യെശയ്യായുടെ സുവിശേഷം 5-ാം സുവിശേഷം എന്ന് പറയുന്ന യെശയ്യായുടെ പ്രവചനത്തിൽ 42-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വചനം പറയാണ്, എന്റെ ദാസനെ പോലെ ബധിരനായി ആരുമില്ല, എന്റെ ദാസനെ പോലെ അന്ധനായി ആരുമില്ല, അവൻ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല. ഇതാരെ കുറിച്ചാ പറയണേ? ഈശോയെ കുറിച്ചാണ്. ഇത് നമുക്ക് സാധിക്കുമോ? ഞാനപ്പോ ഒരു കാലത്ത് ഈ വചനം ഒരുപാട് പറയുമായിരുന്നു. അപ്പോൾ എനിക്ക് സ്കോട്ട്ലൻഡില് ഒരു ധ്യാനത്തിന് പോയപ്പോൾ ഒരു മലയാളി ഫാമിലി എന്നെ ഭക്ഷണത്തിന് വിളിച്ചു. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇന്ത്യൻ ഫുഡ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്താവുമ്പോൾ, അപ്പം അവിടെ ചെന്നപ്പോൾ വളരെ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുക. അപ്പോൾ ആ സഹോദരൻ നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ യൂട്യൂബിൽ കേൾക്കുന്നുണ്ടായി. അപ്പം അവൻ യൂട്യൂബിൽ കേട്ടിട്ടാണ് എന്നെ കോണ്ടാക്ട് ചെയ്ത്, എങ്ങനെയെങ്കിലും ബ്രദർ എൻ്റെ ഭവനത്തിൽ വരണം, വരാതെ പോകരുത് ഇവിടെ. അവൻ ആ ടോക്കുകൾ വളരെ ഇൻഫ്ലുവൻസ് ആയി. അപ്പം ഞാൻ പറഞ്ഞു, എന്താ നിന്നെ സ്പർശിച്ചത്? ഇപ്പൊ ഒരു പ്രോബ്ലമില്ല. എന്താ? കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല. അപ്പൊ ഈ ഭാര്യ ചിരിക്കുന്നുണ്ട്. അല്ല, നീ ഒന്നും കൂടി കൃത്യമായിട്ട് പറയും, ഒന്ന് മനസ്സിലാക്കാൻ. എൻ്റെ ബ്രദറെ, ഈ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തൊരു വാഷ് ബേസിൻ, ആ വാഷ് ബേസിൻ്റെ അടുത്ത് കൈ തുടയ്ക്കാൻ ഒരു ടവല് തൂക്കിയിട്ടുണ്ട്. ഞാൻ ഇവളോട് പറയും, ഈ ടവല് വേറെ ഒന്നിനും എടുക്കരുത്. പക്ഷെ ഇവള് അതെടുത്തുകൊണ്ട് ഈ ടേബിള് തുടയ്ക്കണം. ഇത് കണ്ടിട്ട് എനിക്കൊരു കാര്യം പറയാൻ. പക്ഷെ ഇന്ന് ഞാൻ മിണ്ടിയില്ല. Praise the Lord. കാരണം ആ വചനം എന്നെ സ്പർശിച്ചു എന്ന് പറഞ്ഞ എല്ലാവരും കണ്ടിട്ടും കാണുന്നില്ല. ഇത് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്താലോ? ഇല്ലേ? ഓ, എനിക്കത് ഭയങ്കര സ്വാധീനിച്ചു കേട്ടോ. അതാണ് ഈശോ പറഞ്ഞ മാതിരി, ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ വലിയ കാര്യങ്ങളിലും വിശ്വസ്തരായിരിക്കും. അപ്പം നമ്മുടെ ജീവിതം ഒരു ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ മറ്റൊരു സിദ്ധാന്തം ഞാൻ പഠിച്ചായിരുന്നു. നമ്മുടെ ക്വാളിറ്റി മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രതികരണത്തിൽ നിന്നല്ല, നമ്മുടെ നിശബ്ദതയിൽ നിന്നാണ്. ഇത് എവാഞ്ചലി ഗൗദ്യത്തിന്റെ അവസാനത്തിലെ, സുവിശേഷത്തിന്റെ ആനന്ദത്തിന്റെ അവസാനത്തിലെ മാതാവിനെ കുറിച്ചൊരു ഭാഗമുണ്ട്.
അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചിന്തയാണ് മാതാവ്. മേരി ഈസ് ദ സ്റ്റാർ ഓഫ് എവാഞ്ചലൈസേഷൻ. മാതാവ് സുവിശേഷവൽക്കരണത്തിന്റെ താരം. മേരി ഈസ് ദ സ്റ്റാർ ഓഫ് എവാഞ്ചലൈസേഷൻ. 288 89 തോന്നുന്നത് അവസാന ഭാഗം. അതിൽ പറഞ്ഞിരിക്കുകയാണ്, മേരി ഹാസ് ഗിവൺ us a new style of evangelization. മറിയം സുവിശേഷവൽക്കരണത്തിന് ഒരു പുതിയ രീതി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണത്? മാതാവിൻ്റെ ഹ്യൂമിലിറ്റി ആൻഡ് ടെൻഡർനെസ്. ടെൻഡർ ലവ്. ടെൻഡർ ലവ് എന്നുള്ളതിന് മലയാളം എന്താ? അതല്ല, വാത്സല്യം. കണ്ടോ, ആ വാക്ക് നമ്മളുടെ ഡിക്ഷണറിയിൽ ഇല്ല ഇപ്പോ. പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നില്ലേ? ഇപ്പൊ ഇതങ്ങനെ അധികം കേൾക്കാറില്ല ഇല്ലേ? നോക്കി കേൾക്കാറുണ്ടോ അത്? അപ്പൊ ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു മുഖമുദ്രയാണ് വാത്സല്യം. ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. എൻ്റെ പ്രൊഫൈലിൽ കിടക്കുന്ന പിക്ചർ അതാണ്. ഞാൻ മാർപ്പാപ്പയെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് കുറേ നേരം ഞാൻ സംസാരിച്ചു. ഞാൻ വിചാരിച്ചു ഈ അടുത്തിരിക്കണ പോലീസുകാരും സെക്യൂരിറ്റി ഗാർഡൊക്കെ എന്നെ പുഷ് ചെയ്ത് മാറ്റുന്നു. പക്ഷെ ആരും മാറ്റാനുണ്ടായില്ല. അവർക്കറിയാം മാർപ്പാപ്പ എൻ്റെ ഒരു കൈ എൻ്റെ ശിരസിൽ വെച്ച് ഒരു കൈ കൊണ്ട് എന്നെ ഇങ്ങനെ വളരെ വാത്സല്യത്തോടെ പിടിച്ചുകൊണ്ട്, ഞാൻ മാത്രമേ ഈ ലോകത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളൂ, വേറെ ആരുമില്ല. വളരെ ശ്രദ്ധയോടെ എല്ലാം കേട്ട് കൃത്യമായി എനിക്ക് ഉത്തരം തന്നു. അവസാനം എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം. എന്തോ ഒരു വാത്സല്യമാണ്. എനിക്കത് ഇപ്പോഴും ഓർക്കുമ്പോൾ കുളിര് കോരുകയാണ്. അപ്പോൾ മാർപ്പാപ്പ പറയണത്, മേരി ഹാസ് ഗിവൺ എ ന്യൂ സ്റ്റൈൽ ഓൺ എവാഞ്ചലൈസേഷൻ. അത് വാത്സല്യമാണ്. എന്നിട്ട് അവിടെ പറയാണ്, ആ ന്യൂ സ്റ്റൈൽ എന്ന് പറയണത്, ഷീ taught us the humility and tenderness is the strength, is a strength, not our weakness. ചില ആളുകൾ ഇച്ചിരി മുഖം കറുപ്പിച്ച് കണ്ണക്കുരുട്ടി പറഞ്ഞാലേ അവരനുസരിക്കുള്ളൂ എന്നുള്ള മാതിരിയല്ലേ നമ്മൾ. ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞാണ് ഇത് മാതിരി ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യുകയാണെങ്കിൽ നല്ല അടി കിട്ടൂട്ടാ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ? അങ്ങനെ പറഞ്ഞാലേ ശരിയാവുള്ളൂ, നമ്മൾക്കൊരു വീര്യമുള്ളൂ, അതാണ് നമ്മുടെ സ്ട്രെങ്ത് എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കണേ. അങ്ങനെയല്ല എന്നാണ് മാർപ്പാപ്പ. മറിച്ച് നമ്മുടെ എളിമയും വാത്സല്യവുമാണ് സുവിശേഷവൽക്കരണത്തിന് മാതാവിൽ നിന്ന് പഠിക്കേണ്ട ഒരു പുതിയ പാഠം. എന്താ പറയുക? അപ്പോ ഇനി ഇതൊക്കെ ആണെങ്കിലും ഇതൊക്കെ നമുക്കറിയാം, പക്ഷെ സംഭവിക്കുന്നില്ല. നന്നായിട്ട് കുമ്പസാരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഭർത്താവ് ചായ കുടിച്ച കപ്പ് അവിടെ ടേബിളിൽ മറിഞ്ഞു കിടക്കണം. അത് കണ്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ കപ്പാക്കാൻ ഇട്ടേക്കണം, ഇത് ഈ ടേബിൾ മുഴുവൻ നാശമാക്കിയില്ലേ, ഇത് എടുത്തുകൊണ്ട് കഴി വെക്കായിരുന്നില്ലേ, പറഞ്ഞു പോവില്ലേ? എത്ര ക്ലീൻ ആക്കിയിട്ടതായിരുന്നു ഭവനം. അപ്പൊ ഒച്ച കേട്ട് കൊച്ചുമോൻ വന്നു, അമ്മമ്മേ എന്ത് പറ്റി അമ്മമ്മേ? കണ്ടില്ലേ അപ്പാപ്പൻ ഈ ചായ കുടിച്ചിട്ട് ആ ചായ കപ്പൊക്കെ അവിടെ മറിഞ്ഞു കിടക്കണം, നീ കണ്ടില്ലേ? നിനക്കൊന്ന് ക്ലീൻ ചെയ്യായിരുന്നില്ലേ? ഇതിങ്ങനെയാണ് വീട് കിടക്കണേ. അമ്മമ്മ കുമ്പസാരിച്ചു കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെയാണെങ്കിൽ പിന്നെ കുമ്പസാരിക്കാത്ത ഞങ്ങളാണ് നല്ലത്. അപ്പൊ നമ്മളെ ചെറിയ കാര്യത്തിൽ ഈ
എന്താണ് വചനം? കണ്ടിട്ടും കാണുന്നില്ല. അപ്പൊ ഈശോയുടെ ഒരു പ്രധാന തത്വം ഇതായിരുന്നു, ഈശോ ആരുടെയും തിന്മ കാണുന്നില്ല, തിന്മ കാണുന്നില്ല. ഇതും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു പ്രബോധനമാണ്. കരുണയുടെ വർഷത്തിൽ ദൈവത്തിൻ്റെ നാമം കരുണ എന്നൊരു പുസ്തകം ഇറക്കിയത്. അതിൽ പറയുന്നത് ഇതാണ്, ഈശോ മത്തായിയുടെ വീട്ടിൽ ചെന്നു. മത്തായിയിൽ എന്ത് കണ്ടു? മത്തായിയിൽ എന്ത് കണ്ടു? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. മത്തായിയിൽ എന്ത് കണ്ടു? സമയം കഴിഞ്ഞു. ഇല്ല, നിങ്ങളെല്ലാം ഫെയിലായി. സോറി. മത്തായിയുടെ പഴയ കാര്യം ഒന്നും കണ്ടില്ല. മത്തായിൽ കണ്ടത്, ചുങ്കക്കാരൻ മത്തായിൽ കണ്ടത് ഒരു അപ്പസ്തോലനെയും ഒരു സുവിശേഷ കർത്താവിനെയുമാണ്. ചോദിക്കേ, മത്തായിൽ എന്ത് കണ്ടു? ഒരു അപ്പസ്തോലനെ കണ്ടു. അതാണ് അവന്റെ വിളി, അതാണ് അവന്റെ ലീഡർഷിപ്പ്. അവൻ അവനിലേക്ക് വരാഞ്ഞത് കൊണ്ട് അവൻ ഇപ്പോഴും ചുങ്കപ്പുരയിൽ കിടക്കണു. എന്നാൽ എല്ലാവരും മത്തായിനെ കുറ്റം പറഞ്ഞിരിക്കുകയാണ്, അവന്റെ വീട്ടിൽ പോലും കയറരുത്. ഞാനത് ഈ പണ്ട് കാലത്ത് ഒരുപാട് കാസറ്റ് കേൾക്കുമായിരുന്നു. അപ്പോ ഹിന്ദി പഠിച്ചു, ഹിന്ദിയിൽ എനിക്ക് മലയാളം പോലെ തന്നെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി 3 ഭാഷയിൽ ഒരുപോലെ ധ്യാനിപ്പിക്കാം. 3 ഭാഷയിൽ ഒരേ സമയത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ 2 ആഴ്ച മുമ്പ് നോർത്ത് ഇന്ത്യയിലായിരുന്നു. 2 വർഷത്തിന് ശേഷം നോർത്ത് ഇന്ത്യയിൽ ഹിന്ദിയിൽ ധ്യാനിപ്പിച്ചു. ഒരു വാക്ക് പോലും മലയാളത്തിലോ ഇംഗ്ലീഷിലോ വന്നില്ല. അപ്പൊ ഞാനത് കാരണം ഞാൻ ഹിന്ദി കാസറ്റ് കേട്ട് എൻ്റെ അകത്ത് ഇത് മുഴുവനും സെറ്റായിട്ട് കിടക്കാണ്. ഞാനൊന്ന് വേണേ അവതരിപ്പിക്കട്ടെ. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം 3 ഭാഷയിലെ ഒരു വചനമാണ്. അപ്പോ ആദ്യകാലങ്ങളിൽ ഇത്രയും വചനപ്രഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡൽഹിയിൽ ഹിന്ദിക്കാർക്ക് ഹിന്ദി വേണം, മലയാളികൾക്ക് മലയാളം വേണം, ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലീഷ്. ഡൽഹി ടർക്കത്തോല സ്റ്റേഡിയം, ഇൻഡോർ സ്റ്റേഡിയം, പാക്ഡ് ആയിട്ടുള്ള സ്റ്റേഡിയത്തിൽ ഞാൻ ഒരാൾ തന്നെ 3 ഭാഷയിൽ പറയാൻ. കണ്ടാലും ഇതാ ഞാൻ നിന്റെ കവാടത്തിൽ മുട്ടുന്നു, എന്റെ ശബ്ദം കേട്ട് കതക് തുറക്കുന്നവന്റെ അകത്തേക്ക് ഞാൻ കടന്നു വരും, ഞാൻ അവനോടൊപ്പം ഭക്ഷണം കഴിക്കും. Behold, I stand at your door and knock. Whoever listen to my voice and open the door, I will come inside him. देखो मैं तुम्हारा द्वार का सामने खड़ा होकर खटखटाता हूं, जो मेरी वाणी सुनकर द्वार खोलेगा, मैं उसका अंदर आऊंगा, मैं उसके साथ भोजन करूंगा. हालेलुया. ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. Behold, first seek the kingdom of God and its righteousness, rest all things will be added unto you. पहले तुम स्वर्ग का राज्य और उसका धार्मिकता का गोच में लेके रहो, बाकी सब कुछ जोड़ा जाऊंगा. Praise the Lord. ഞാനിത് ഓർക്കാൻ കാരണം ഈ മത്തായിയെ കുറിച്ച് അതിനകത്ത് പറഞ്ഞേക്കുള്ളൊരു ഭാഗം. ഈശോ മത്തായിയുടെ വീട്ടിൽ വന്നപ്പോ ഫരിസേയർ പറയാൻ, क्या तुम्हारे गुरु नाट्यदार और पापियों के साथ भोजन करते हो? ഇങ്ങനെയാണ് സൗണ്ട്. അപ്പോ ഫരിസേയരുടെ ഒരു സ്വഭാവം എന്തായിരുന്നു വെച്ചാൽ വിമർശിക്കുക, മറ്റുള്ളവരെ തിന്മ കണ്ടുപിടിക്കുക, ഉടനെ ശിക്ഷിക്കുക, ഇതൊക്കെയായിരുന്നു അവരുടെ സ്വഭാവം. ഈ സ്വഭാവം കുറച്ചെങ്കിലും നമ്മളിൽ ഇപ്പോഴും ഉണ്ട്. വലിയ വിശുദ്ധനായ ജോൺ ഓഫ് ദ ക്രോസ് പറയുന്നത് ഈ സ്വഭാവം തൊലി ഉലിഞ്ഞു മാറ്റിയാലേ പോകുള്ളൂ എന്നാ പറഞ്ഞത്. നമ്മുടെ ഈ തൊലി ഉലിഞ്ഞു മാറ്റണം. കാരണം നമ്മുടെ തൊലി ഒരു ആറ്റമിക് നേച്ചറാണ്, ആദത്തിന്റെ തൊലിയാണത്.
അതുകൊണ്ട് അത് എളുപ്പം പോവില്ല. അതുകൊണ്ടാണ് ഈശോ സ്വർഗത്തിൽ നിന്ന് വന്നു വേറെ ഒരു തൊലി നമുക്ക് തന്നു. ഈശോ തന്ന തൊലി എന്താണ്? ഒരു സ്വർഗീയ അപ്പം, സ്വർഗീയ ശരീരം, ഉയർത്തെഴുന്നേറ്റ ശരീരം. അതാണ് നമ്മൾ ഭക്ഷിക്കുന്നതും നമ്മൾ ഉയർത്തെഴുന്നേറ്റ ജീവിതമാണ് ഈശോ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മറ്റുള്ളവരിലെ ഇപ്പൊ മറ്റൊരു വശം വരുന്നു. ഔസേപ്പിതാവ് മാതാവിനെ പറ്റി മത്തായി 1-ാം അധ്യായത്തിൽ പറയാണ്, അവൾ ഗർഭിണിയാണെന്ന് മനസ്സിലായി. അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായക കൊണ്ട് അവൻ മിണ്ടാതെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. കണ്ടോ, അവിടെയുള്ള വലിയ ഒരു ദൈവനീതിയാണ്. അവൻ നീതിമാനാകയാൽ അവളെ അപമാനിതയാകാൻ ഇഷ്ടപ്പെടായികയാ. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഉടനെ വിളിച്ചു പറയും, അല്ലെങ്കിൽ നേരിട്ട് പറയും, നീ ചെയ്യണത് തെറ്റാണ്, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഉടനെ റിപ്പോർട്ട് ചെയ്യും മറ്റു പലർക്കും. പക്ഷെ ഔസേപ്പിതാവ് ആരോടും മിണ്ടിയില്ല. മിണ്ടാതെ താനെ ഒഴിഞ്ഞു പോയേക്കാം. ഇത് വളരെ വലിയ ഒരു ക്വാളിറ്റിയാണ്. എന്ന പോലെ തന്നെയാണ് ഈശോ കാണുന്നില്ല എന്നാ പറയണത്. ക്യാൻ യു ബിലീവ് ഇറ്റ്? മറ്റുള്ള ഈശോ ആരുടെയും തിന്മ കാണുന്നില്ല. അപ്പൊ ഇത് ഇന്നലെ ബഹുമാനപ്പെട്ട സ്റ്റാൻലി അച്ഛൻ നമ്മുടെ ഇസ്രായേലിന്റെ ചരിത്രം കുറച്ചു വന്നു. അത് മനസ്സിലാക്കുന്നത് നല്ലതാ. അതിന് അല്പം കൂടി കണ്ടിന്യൂഷൻ എടുക്കണമെങ്കിൽ ഈ ഇസ്രായേൽ അങ്ങനെ ദൈവത്തെ അനുസരിക്കാതെ രാജാക്കന്മാർ വരെ എന്തിനെ പൂജിക്കണു? മറ്റു ദൈവങ്ങളെ, അല്ലെങ്കിൽ മറ്റ് എന്താ പറയാ, വിഗ്രഹാരാധന. അങ്ങനെ വിഗ്രഹാരാധനയും കർത്താവിന്റെ വാക്കനുസരിക്കാതെയും ജീവിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു. ദൈവത്തിന് അവരെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോഴാണ് ആക്രമണം. നെബൂഖദ്നേസറിന്റെ സൈന്യം ജെറുസലേം ആക്രമിച്ചു. ഈ അതിവിസ്മരണീയമായ ജെറുസലേം ദേവാലയം നശിപ്പിച്ചു. എല്ലാവരെയും അടിമകളായി ബാബിലോണിലേക്ക് നാടുകടത്തി. ഇപ്പോ അവർക്ക് മനസ്സിലായി, ഞങ്ങൾ നശിച്ചു, ഞങ്ങൾ ശരിക്കും നശിച്ചു, ഞങ്ങളെ രക്ഷിക്കാൻ ഇനി ആരുമില്ല. ദൈവമാണ് ഞങ്ങളെ രക്ഷിക്കേണ്ടിയിരുന്നത്. പക്ഷെ ആ ദൈവത്തെ ഞങ്ങൾ തിരസ്കരിക്കുകയും അനുസരിക്കാതിരുന്നത് കൊണ്ട് ദൈവം തന്നെ ഞങ്ങളെ വിട്ടുകൊടുത്തു. ഇനി ഞങ്ങൾക്ക് രക്ഷയില്ല എന്ന് അവർ ഉറച്ചിരിക്കുന്ന സമയത്താണ് ഈ ജെറമിയ പ്രവാചകന്റെ ഈ പ്രവചനം. ജെറമിയ പ്രവാചകനിലൂടെ പറയാണ്, നിങ്ങളെ കുറിച്ചുള്ള എന്റെ പദ്ധതി നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, ഹല്ലേലൂയ, നിങ്ങളുടെ ക്ഷേമത്തിനും ശുഭകരമായ ഭാവിക്കും ഉള്ള പദ്ധതിയാണ്. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോഴും നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ നിങ്ങളിൽ തന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഞാൻ നിങ്ങളെ ചിതറിക്കിടക്കുന്ന ജനത്തെ മുഴുവനും തിരിച്ചു കൊണ്ടുവന്ന് ഒരു പുതിയ ജെറുസലേം ഞാൻ പണിതുയർത്തും. ഇവർക്കിത് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. തുടർന്ന് 31-ാം അധ്യായം 31-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ഞാൻ ഒരു പുതിയ ഉടമ്പടി നിങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കും. ഇത് വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് ഹോൾ ബൈബിളിലെ.
നമ്മളിപ്പോഴും മോശയുടെ ഉടമ്പടിയെ കുറിച്ച് ചിന്തിക്കുന്നു. അവിടെ പറയാണ്, നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത ആ ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല. അതേത് ഉടമ്പടിയാ? മോശയുടെ ഉടമ്പടി. അവർക്കത് അനുസരിക്കാൻ സാധിച്ചില്ല. അതിനാൽ ഞാൻ ആ ഉടമ്പടി മാറ്റും. ഇതാണ് നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം. 31-32 ഞാൻ അവരെ കൈക്ക് പിടിച്ച് ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല. അതായത് മോശയിലൂടെ ഉണ്ടായ ഉടമ്പടി, ആ ഉടമ്പടി കർത്താവ് ഇപ്പോൾ മാറ്റുകയാണ്. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇത് വിശ്വസിക്കുന്നുവോ? അതാണ് ഈ ഏശയ്യ, ജെറമ്യ, എസെക്കിയേലിന്റെ സമയത്ത് ലോകമെമ്പാടുമുണ്ടായ ഏറ്റവും വലിയ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണത്. ഞാൻ അവരുടെ കർത്താവായിരിക്കും, എന്റെ ഉടമ്പടി, ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും എന്റെ ഉടമ്പടി അവർ ലംഘിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും, ഞാൻ എന്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും. ഇതാണ് ഏറ്റവും വലിയ ചേഞ്ച്. മോശയിലൂടെ ചെയ്ത ഉടമ്പടി കൽഭലകകളിലാണ് രേഖപ്പെടുത്തിയിരുന്നത്. അത് അവരുടെ ഹൃദയത്തിൽ കയറണില്ല. എന്നാൽ ഇപ്പോൾ പുതിയ ഉടമ്പടിയുടെ അവസ്ഥ എന്താ? എന്തിനാ ഞാൻ പറയണതെന്ന് വെച്ചാൽ, എങ്ങനെ ഒരു ക്രിസ്ത്യാനി ജീവിക്കണം? ക്രിസ്ത്യാനിയുടെ ജീവിതം ദൈവത്തിന്റെ വചനവും പരിശുദ്ധാത്മാവും അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു നാവിഗേറ്റർ വർക്ക് ചെയ്യുന്ന പോലെ നമ്മളെ പരിശുദ്ധാത്മാവും വചനവും നമ്മളെ നയിക്കണം. അങ്ങനെയാണ് ക്രിസ്ത്യൻ ലീഡർഷിപ്പ്. നമ്മുടെ ബുദ്ധി കൊണ്ട് നടത്തുന്ന ഒരു ലീഡിംഗ് അല്ല. അതിന്റെ ആദ്യ ഭാഗമാണ് ഈ ജെറമ്യ. ഇനി എസെക്കിയേലിന് വരാൻ പോകുന്നത് നമുക്ക് കേൾക്കാം. ജെറമ്യയിൽ ഇവിടെ പറയുന്നത് ഒന്നുകൂടി എടുക്കട്ടെ. കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടതില്ല. അവരിൽ വലിപ്പ ചെറുപ്പമന്യേ എല്ലാവരും എന്നെ അറിയും എന്ന് കർത്താവ് അരുളി ചെയ്തു. അടുത്തതാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങളിത് ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും, അവരുടെ പാപം മനസ്സിൽ വെക്കുക പോലുമില്ല. ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞ്, അവരുടെ അകൃത്യങ്ങൾക്ക് ഞാൻ മാപ്പ് നൽകും, അവരുടെ പാപം ഞാൻ ഓർക്കുക പോലുമില്ല. എന്നാൽ പഴയ ഉടമ്പടിയില് അവരുടെ അകൃത്യങ്ങൾക്ക് ഇത്ര തലമുറ ശിക്ഷിക്കപ്പെടും. ഇപ്പോഴും നമ്മൾ അത് പറഞ്ഞുകൊണ്ട് നടക്കാനും ആ ഉടമ്പടി കഴിഞ്ഞു. ഇത് നമ്മൾ വിശ്വസിക്കുന്നോ? ഇതാണ് ബൈബിളിൽ ഒരു ക്രോണോളജിക്കൽ ഡെവലപ്മെന്റ് ഉണ്ട്. ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് കാലഘട്ടത്തിൽ ആരോട് പറഞ്ഞിരിക്കണം, അതിനുശേഷം ഉണ്ടായ ഉടമ്പടികൾ എന്തെല്ലാമാണ്, നമ്മളിപ്പോൾ ഏത് ഉടമ്പടി കീഴിലാണ്. അപ്പോ ഇനി ഇത് പൂർത്തിയാകാൻ വേണ്ടി എസെക്കിയേലിൽ പറയുന്നത് എന്താ? ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ അകൃത്യങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കും, നിങ്ങളുടെ ശിലാഹൃദയം ഞാൻ എടുത്തു മാറ്റും.
നിങ്ങൾക്ക് ഞാനൊരു മാംസഹൃദയം നൽകും, എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, എന്റെ കൽപ്പനകൾ നിന്റെ ഹൃദയത്തിൽ ഞാൻ നിവേശിപ്പിക്കും. അങ്ങനെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിക്കുന്നവരാകും. മനസ്സിലായോ? അപ്പോ ഒരു സിദ്ധാന്തം നീ ചെയ്തില്ലെങ്കിലേ, നീ ഇതേമാതിരി ചെയ്തില്ലെങ്കിലേ താൻ പാതി ദൈവം പാതി എന്നാ പറഞ്ഞേക്കണേ, അതുകൊണ്ട് നിനക്ക് ചെയ്യാനുള്ളത് നീ ചെയ്യണം. ഇതാണ് ഇപ്പോഴും നമ്മൾ കുറെ പേര് പറഞ്ഞുകൊണ്ടാണ് താൻ പാതി ദൈവം പാതി. ഇവിടെ എസെക്കിയേലിൽ എന്താ എഴുതിയേക്കണത്? 16 പോയിന്റിൽ അവിടെ പറയുന്നുണ്ട് ഞാൻ ഞാൻ ഞാൻ. അവിടെ ഒരു പോയിന്റ് പോലും നമ്മൾ പറയണത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ദൈവം തൻ്റെ സൗജന്യമായ നീതിയിലൂടെ, സ്നേഹത്തിലൂടെ, വാത്സല്യത്തിലൂടെ ഇതെല്ലാം നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത് നാം സ്വീകരിക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്താൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം അതിമനോഹരമാകും. മറിച്ച് നമ്മൾ ചെയ്താലേ ശരിയാവുള്ളൂ. കുറെ അനുഷ്ഠാനങ്ങളിൽ കുടുങ്ങിക്കിടന്നാൽ നമ്മൾ വിജയിക്കില്ല. ഓക്കെ, അപ്പൊ ഇനി പ്രാക്ടിക്കലി ഇത് എങ്ങനെ സംഭവിക്കും? പ്രാക്ടിക്കലി ഇത് സംഭവിക്കുന്നതിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരുടെ കയ്യിലും ഈ കത്തോലിക്ക സഭയുടെ മതബോധന പുസ്തകം ഉണ്ടോ? ഉണ്ടോ? ഇല്ലേ? എന്റെ അച്ചോ, ഞാൻ ആരോടും കൈവക്കാൻ പറയണില്ല. അച്ചോ അച്ചോ ചിലരുടെ കയ്യിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇല്ലാന്ന്. അയ്യോ വേണ്ട വേണ്ട. പ്രൈസ് ദ ലോർഡ്. അപ്പൊ എല്ലാവരും കാണുമുള്ളവരുടെ, ഇല്ലാത്തവര് കൈവത്തി ഇനി അവര് നമ്മള് ഔഷധിതാവ് പറഞ്ഞ മാതിരി. പക്ഷേ എന്റെ പുസ്തകം കണ്ടോ? ഇത് കണ്ടിട്ട് എന്താ തോന്നണേ? മഹാ ഡർട്ടി ആയിട്ടിരിക്കണില്ലേ? എന്തുകൊണ്ടാ? ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ അടുത്ത് ചിലരുടെ അടുത്ത് ഉണ്ടാവും നല്ല ടിപ്പായിട്ട് ഇരിക്കണ്ടാവും. വാസ്തവത്തില് ഈ ഇടയ്ക്ക് ഞാൻ ഈ സാക്ഷ്യങ്ങള് നിങ്ങൾക്ക് എന്നെ പൊക്കി പറയാൻ വേണ്ടിയല്ല, ഒരു അൽമായൻ എന്നുള്ള നിലയിൽ എങ്ങനെ ദൈവം ഒരു സാധാരണക്കാരനെ ഉപയോഗിക്കണം എന്നുള്ളതിന് നിങ്ങൾക്കൊരു പ്രചോദനം തരാൻ. ഹംഗറിയിലെ ക്ലോയിസ്റ്റൺ, അതായത് മിണ്ടാമഠത്തിലെ കാർമലിത്ത മിണ്ടാമഠത്തിലെ സിസ്റ്റർമാരെ ധ്യാനിപ്പിക്കായിരുന്നു. മിണ്ടാമഠത്തിലെ സിസ്റ്റർമാരെ ധ്യാനിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു വിളിയാണ്, വലിയൊരു ദൗത്യമാണ്. അതും കർമ്മലിത്തക്കാര് ജോൺ ഓഫ് ദ ക്രോസിന്റെയും കൊച്ചുത്രേസ്യ പുണ്യവതിയുടെയും അമ്മ ത്രേസ്യയുടെ എല്ലാം രഹസ്യങ്ങളാണ് അതിലൂടെ ഞാൻ പഠിപ്പിച്ചത് അവരെ. അതോടൊപ്പം ഈ കാറ്റഗിസത്തിലെ അധിഷ്ഠിതമായിട്ട്. അപ്പൊ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത ആള് ഒരു പണ്ഡിതനായ ഒരു ദൈവശാസ്ത്രജ്ഞനായിരുന്നു. അപ്പൊ ഈ ധ്യാനെല്ലാം കഴിഞ്ഞ സിസ്റ്റർമാരെന്നെ കുറെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത സാറ് ഞങ്ങളും കൂടി ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ പുള്ളി ചോദിച്ചൊരു ചോദ്യമാണ്. പുള്ളി പറയാണ്, മിസ്റ്റർ തോമസ് പോൾ, ഐ ആം എ തിയോളജിയൻ. ഞാനൊരു ദൈവശാസ്ത്രജ്ഞനാണ്. ഞാൻ ഇവിടുത്തെ വലിയ ദൈവശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതാണ്. പക്ഷേ നിങ്ങളുടെ ഈ ക്ലാസ് കേട്ടിട്ട് എന്നെ ഏറ്റവും കൂടുതൽ വശീകരിച്ചത് എങ്ങനെ ഇത്ര പ്യുവർ കാത്തലിക് സ്പിരിച്വാലിറ്റി നിങ്ങൾ പഠിച്ചു എന്നുള്ളത്. യൂണിവേഴ്സിറ്റിയിൽ, ഞങ്ങളുടെ കാത്തലിക് യൂണിവേഴ്സിറ്റിയിലുള്ള പ്രൊഫസർമാർ പോലും പ്യുവർ കാത്തലിക് സ്പിരിച്വാലിറ്റി അല്ല ഈ കാലഘട്ടം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണ് നമുക്ക് വേണ്ട മറ്റൊരു നേട്ടം. അത് നമ്മുടെ അച്ഛൻ അതിൽ അഗ്രഗണ്യനാണ്. പക്ഷെ നമ്മൾ ഓരോരുത്തരിലും ഈ ഒരു നേട്ടം ഉണ്ടാകണം, പ്യുവർ കാത്തലിക് സ്പിരിച്വാലിറ്റി.
അതിന് വേണ്ടത് ഈ കാറ്റക്കിസം പഠിക്കണം. അതുകൂടാതെ മാർപ്പാപ്പമാരുടെ പ്രബോധനങ്ങൾ അറ്റ്ലീസ്റ്റ് നമ്മളിവിടെ കോട്ട് ചെയ്തു, അച്ഛന് കോട്ട് ചെയ്തു, റിഡംഡോറിസ് മെസ്സിയോ, എവാഞ്ചലി നുൻഷ്യാൻറ്റി, സുവിശേഷത്തിൻ്റെ ആനന്ദം. ഈ 3 പ്രബോധനമെങ്കിലും നമ്മൾ പഠിക്കണം. പഠിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ സെൻറ്റൻസിൻ്റെ അകത്ത് വലിയ അർത്ഥം വ്യാപ്തിയുണ്ട്. അപ്പൊ നമ്മളെ വളർത്തണമെങ്കിൽ അഗസ്തീനോസ് പിതാവ് പറയും, പരിശുദ്ധാത്മാവ് സഭയുടെ ശ്വാസമാണ്. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ നമ്മുടെ മനുഷ്യന്റെ ആത്മാവ് നയിക്കുന്ന പോലെ മനുഷ്യന്റെ ആത്മാവ് മനുഷ്യന്റെ ശരീരം വിട്ടുപോയാൽ എന്താവും? മരിച്ചു. എന്നുപോലെയാണ് സഭയുടെ ക്രിസ്തുവാകുന്ന ശിരസും നമ്മൾ മനുഷ്യരാകുന്ന നമ്മളുടെ ശരീരവും ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ആത്മാവ് വേണം. ആത്മാവ് അല്ലേ? ശിരസും ശരീരത്തെയും പ്രവർത്തിപ്പിക്കുന്നത് ആത്മാവാണ്. അതാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ നമ്മൾ സഭയുടെ പ്രബോധനങ്ങളിൽ അധിഷ്ഠിതമായി കുറെ കാര്യങ്ങൾ പഠിക്കണം. ഇത് ഞാൻ പറയാൻ കാരണം എന്താ? ഹംഗറിയില്ല. ഓക്കെ. അപ്പോൾ അത് പറഞ്ഞത് എനിക്ക് കിട്ടിയ ഒരു അഭിനന്ദനം. ഞാൻ അങ്ങനെ ആരും അധികം പറഞ്ഞ് കേട്ടിട്ടില്ല എന്നോട്. ഹൗ യു ലേൺ സച്ച് എ പ്യുവർ കാത്തലിക് ടീച്ചിങ്, പ്രത്യേകിച്ച് യൂറോപ്പില്. അപ്പൊ എന്നെ എപ്പോഴും കാണുന്നത് ഈ 2 പുസ്തകവും കയ്യിൽ വെച്ചിട്ടാണ്, ബൈബിളും കാറ്റക്കിസം, ഇംഗ്ലീഷിലും മലയാളത്തിലും. ഇത് അതുകൂടാണ്ട് മാർപ്പാപ്പന്മാരുടെ പ്രബോധനങ്ങൾ. ഇപ്പോ ചക്കിയത്ത് പിതാവും ഞാനുമായിട്ട് ഭയങ്കര ലോഹ്യമാണ്. എറണാകുളം രൂപതയിൽ ഇത് 25 വർഷം മുമ്പ്, അപ്പോൾ എൻ്റെ പ്രായം അന്ന് എത്ര ചെറുപ്പം, എന്നെ ധ്യാനിപ്പിക്കാൻ വിളിച്ചു. ഈ പിതാവ് വന്ന് അവിടെ വിക്കർ ജനറലായി വിളിച്ചപ്പോൾ അങ്ങനെ ധ്യാനം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ കർദിനാൾ വടക്കി വിധേയത്തിൽ പിതാവാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സദസ്സാരാ? പ്രസ്ബെറ്ററി, എറണാകുളം രൂപതയിലെ പ്രായമായവരും അല്ലാത്തവരുമായ കുറേ വൈദികർ. 3 ബാച്ച് ധ്യാനമാണ്. ഒരു ബാച്ചാണ്, 100ഓളം പേരുണ്ട്. അതിൽ വലിയ പിതാവ് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. 2ാം വത്തിക്കാൻ സൂനഹദോസിന്റെ കണ്ടെത്തൽ അൽമായരാണ് സഭ. മനസ്സിലായി? അൽമായരാണ് സഭ എന്നത്. അൽമായർക്ക് ഇന്ന് പിതാവ് തന്നെ പറഞ്ഞില്ലേ, മുൻസ്ഥാനം കൊണ്ട് അവര് സഭയുടെ മുൻപന്തിയിലാണ്. ഇത് കാറ്റക്കിസത്തിൽ 899 നമ്പറിൽ എഴുതിയിരിക്കുന്നതാണ്. അൽമായർ സഭയുടെ മുൻപന്തിയിലാണ്. എന്നിട്ട് പിതാവ് പറയാണ്, ഇത് കണ്ടോ, ചരിത്രത്തിൽ ആദ്യമായി ഈ കേരള സഭയിലെ ഏറ്റവും ഏൻഷ്യന്റ് ആയിട്ടുള്ള ഈ രൂപതയിൽ പ്രസ്ബെറ്ററി അച്ഛന്മാരെയും ബിഷപ്പുമാരെയും ധ്യാനിപ്പിക്കാൻ ഒരു അൽമായനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതും എ ബോയ് ഓഫ് അവർ ഓൺ ലാൻഡ്. എ ബോയ് ഓഫ് അവർ ഓൺ ലാൻഡ്. ഞാനങ്ങ് വികാരം കൊണ്ട് നിറഞ്ഞു. കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം. ആ ധ്യാനം കഴിഞ്ഞിട്ട് പല അച്ഛന്മാരും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, മോനെ നീ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? ഞാൻ പറഞ്ഞു, ഞാൻ വെളുപ്പിന് 3:30-4 മണിക്ക് എഴുന്നേറ്റിരുന്ന് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ സഭയുടെ പ്രബോധനങ്ങളും മാർപ്പാപ്പമാരുടെ പ്രബോധനങ്ങളും ഇരുന്ന് പഠിച്ചു.
അങ്ങനെ ഞാൻ പഠിച്ചു. നീ പറഞ്ഞതെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ വളരെ ആഴമായി പതിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ വയസ്സായ അച്ഛന്മാർ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. മനസ്സിലായോ? അതുപോലെ ലത്തീൻ ബിഷപ്പ് കോൺഫറൻസിൽ അന്ന് സുവിശേഷവൽക്കരണത്തെക്കുറിച്ച് ഒരു ലത്തീൻ ബിഷപ്പ് കോൺഫറൻസ്, ഓൾ ഇന്ത്യ ബിഷപ്പ് കോൺഫറൻസിൽ ഒരു ക്ലാസ് കൊടുക്കാൻ എന്നെ ക്ഷണിച്ചു. അപ്പം അന്ന് ഞാൻ ഭാരതം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് ബിഷപ്പ് കോൺഫറൻസിൻ്റെ സെക്രട്ടറി എനിക്ക് എഴുതി, ഇതൊരു കരിസ്മാറ്റിക് ജ്ഞാനമൊന്നും അല്ല, ഇതിനെ കുറിച്ച് ക്ലാസ് പ്രസന്റ് ചെയ്യാനുള്ളത് യു ഷുഡ് റൈറ്റ് ഇൻ അഡ്വാൻസ്. അത് മുൻകൂട്ടി എഴുതി ഞങ്ങൾക്ക് അയക്കണം, അത് പ്രിന്റ് ചെയ്ത് ഓരോ ബിഷപ്പുമാർക്കും മുൻകൂട്ടി കൊടുക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പരിചയമില്ല, ഞാൻ അവിടെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയേണ്ടതാ സംസാരിക്കാൻ. അതെന്താ പരിശുദ്ധാത്മാവ് അന്ന് പറയാനുള്ള കാര്യം വെളിപ്പെടുത്തി തരില്ലേ ചോദിച്ചപ്പോ തീർച്ചയായിട്ടും തരാം. ഓക്കെ. എന്നിട്ട് ഞാൻ ഒരു ദിവസം അതിനുവേണ്ടി തപസ്സിരുന്നു, ഈശോയുടെ അടുക്കിരുന്ന് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ, ഈ ബിഷപ്പുമാര് ഭാരത സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം, ഭാരത സഭയുടെ തീരുമാനത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്, അതുകൊണ്ട് പറഞ്ഞു തരണം. കിട്ടി, എഴുതി സെക്രട്ടറിക്ക് അയച്ചു. വളരെ സന്തോഷമായി, വളരെ നന്നായിരിക്കുന്നു, അഭിനന്ദന കത്തും വന്നു. അത് കഴിഞ്ഞ് ഈ ബിഷപ്പ് കോൺഫറൻസിൽ പ്രസന്റേഷൻ സമയത്ത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ കടലാസുണ്ട്, എല്ലാ ബിഷപ്പുമാരുടെ കയ്യിൽ കടലാസുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ എന്താ ചെയ്യട്ടെ? അപ്പോൾ പരിശുദ്ധാത്മാവ് പറയാണേ, നീ ഇപ്പോ ഈ പ്രസിഡന്റിനോട് പറയുക, ആർച്ച് ബിഷപ്പ്, ഡൽഹിയിലെ ആർച്ച് ബിഷപ്പാണ്, പ്രസിഡന്റിനോട് പറയുക, ഐ ഹാവ് ടു, പരിശുദ്ധാത്മാവിന് ചില പുതിയ കാര്യങ്ങൾ പറയാനുണ്ട്. കണ്ടോ, പരിശുദ്ധാത്മാവിന് പുതിയ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ക്ലാസ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വായിക്കാലോ, വായിച്ചു കഴിഞ്ഞിട്ടുള്ളതാണല്ലോ. ഈ ആർച്ച് ബിഷപ്പ് പ്രസിഡന്റ് CBCIയുടെ പ്രസിഡന്റിനോട് ഞാൻ ചെന്ന് പറയും, എന്ത് വിചാരിക്കും? ഞാൻ ചെന്ന് പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞതല്ലേ. പറഞ്ഞു, മൈ ലോർഡ്ഷിപ്പ്, യുവർ ഗ്രേസ്, Holy Spirit is inspiring me that he has something new to say. Hey, is it? Oh yeah, that is good. My dear bishops, see, the Holy Spirit wants to speak something new. What do you want? എല്ലാവരും yes, we want you. കണ്ടോ, ഇപ്പോ വീണ്ടും നമ്മൾ പരിശുദ്ധാത്മാവ് നയിക്കണ മാതിരി വന്നില്ലേ? അപ്പൊ അവർക്ക് രണ്ട് ടോക്ക് കിട്ടി. ഒന്ന് പഴയത് കയ്യിലുണ്ട്, ഈ സമയത്ത് പരിശുദ്ധാത്മാവ് എന്നിലങ്ങ് നിറഞ്ഞിട്ട് ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് 1 മണിക്കൂർ അതിശക്തമായി ഭാരതത്തിന്റെ സുവിശേഷവൽക്കരണത്തെ കുറിച്ച് ഒരു ശക്തമായ പ്രഘോഷണം നടത്തി. അതനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ രാജ്യത്ത് മാറ്റിമറിച്ചു. അത് കഴിഞ്ഞിട്ട് പല ബിഷപ്പ്മാരും എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറയാൻ, മോനെ, ഹൗ യു ലേൺഡ് ഓൾ ദീസ് തിങ്സ്? ഇറ്റ് ഈസ് സോ തിയോളജിക്കലി കറക്റ്റ്. നീ തിയോളജി ഒന്നും പഠിക്കാത്ത നിനക്ക് ഇതൊക്കെ എങ്ങനെ മനസ്സിലായി? ഞാൻ പറഞ്ഞു, ഞാൻ എന്നും വെളുപ്പിന് 3:30 മണി 4 മണിക്ക് എഴുന്നേറ്റ് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇതാണ് ഞാൻ നിങ്ങളോട് പറയാനുള്ളത്. നമുക്കെങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതം, വിറ്റ്നസിങ്, ലിവിങ് ആയിട്ടുള്ള ക്രിസ്ത്യൻ ജീവിതം നയിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഈശോയുടെ ഡെയിലി സ്കെഡ്യൂളിനെ നമ്മൾ ഫോളോ ചെയ്യണം. ഈശോയുടെ ഡെയിലി സ്കെഡ്യൂൾ എന്തായിരുന്നു? അവൻ അതിരാവിലെ എഴുന്നേറ്റ്, അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, ബിഫോർ ഡോൺ, മർക്കോസിന്റെ സുവിശേഷം 1:35 അവൻ അതിരാവിലെ എഴുന്നേറ്റ്
വ്യക്തിപരമായി പ്രാർത്ഥിക്കുമായി. അവരെന്താ പ്രാർത്ഥിക്കണം എന്നുള്ളതൊക്കെ ഇനി നമ്മൾ വീണ്ടും കണ്ടുപിടിക്കണം. സമയം കഴിഞ്ഞല്ലേ അച്ചോ? യെസ്. അപ്പൊ നിർത്താണേ. ഇപ്പോൾ ഉടനെ നിർത്താം. അപ്പം ഇനി ബാക്കിയുള്ളത് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഒരു ക്രിസ്തു ശിഷ്യനായി ജീവിക്കാൻ സുവിശേഷ വചനവും പരിശുദ്ധാത്മാവും എന്നിൽ നിറയ്ക്കണമേ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ, വെളുപ്പിന് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാനും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കാനും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാനും എല്ലാവരും സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശലബല ഹലബല ശലബല ഹലബല ശലബല. Come Holy Spirit, come Holy Spirit, anoint us Holy Spirit, anoint us Holy Spirit, open the anointing. Shalabala halabala halabala halabala. Open the anointing, open the anointing. Shalala halabala. Open the anointing. Thank you, Jesus. Praise the Lord. Praise the Lord. Hallelujah. Jesus is Lord. Now and forever. Amen. Yes. പ്രിയമുള്ളവരെ, നമുക്ക് അവിടെ വേറെ ബാച്ച് ഉണ്ട്. 1:30 ഫുഡാണ്. അപ്പൊ നമുക്കിപ്പോ കഴിച്ചാലേ അവരുടെ ബാച്ചിന് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ നേരെ ഡൈനിങ് ഹാളിൽ പോയിട്ട് എല്ലാവരും മുറിയിലൊന്നും പോകരുത്.